ഏതോ ജന്മകൽപ്പനയിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ നിരപരാധിത്യം അശ്വിനോട് തുറന്ന് പറയുന്നൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോയാലോ? ശ്രുതി അശ്വിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ, നീ ഇവിടെ നിന്നേ പറ്റൂ. എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാ ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നീ അഭിനയിക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അശ്വിൻ. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൂടെ? പണ്ട് അശ്വിൻ സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറിയിരുന്നത്. ഇപ്പോൾ എന്താ ഒരു മാറ്റം? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ഈ ചെയ്ത കാര്യം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അമ്മായിയും ആരും എന്നോട് ഒന്ന് സംസാരിക്കുന്നു പോലുമില്ല. എൻ്റെ സങ്കടം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തതെന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ അശ്വിൻ പറയും, നീ എല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെടണം. അത് തന്നെയാ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയും. ഇത്രയും വലിയ ശിക്ഷ തരാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അതെനിക്കറിയണമെന്ന് ശ്രുതി പറയുമ്പോൾ, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനും ജീവിതവും കൊടുക്കും. അത്രമാത്രം നീ ഇപ്പോൾ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ ഇത് കേട്ട് ശ്രുതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. എന്തായിരിക്കും അശ്വിൻ സാർ അങ്ങനെ പറഞ്ഞത്? എന്താ ഇനി എൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടായി കാണോ? അതോ ഇനി ശ്യാമുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അശ്വിൻ സാറാം അറിഞ്ഞോ? അതുകൊണ്ടായിരിക്കോ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊരു മാറ്റം? ഇനിയിപ്പോൾ ശ്യാമിനെ കുറിച്ചുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കില്ലല്ലോ പ്രതികരിക്കുക. അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അഞ്ജലി മേഡത്തിനോട് എല്ലാം തുറന്നു പറയില്ലായിരുന്നോ? ഇങ്ങനെ ഒരാളെ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കില്ലല്ലോ. അപ്പോൾ അതായിരിക്കാൻ വഴിയില്ല. എന്നാലും എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അങ്ങനെ വീണ്ടും ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെന്ന് ശ്രുതി പറയുമ്പോൾ, നീ പൊക്കോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോവാം. നിന്നെ ഇവിടെ ആരും കെട്ടിയിട്ടുമില്ല. ഞാൻ നിന്നോട് പോവാനും പറയില്ല, വരാനും പറയില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ അശ്വിനെ അങ്ങനെ പറയാണ്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം എന്നും പറഞ്ഞ് ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട്. ആരോടും ഒന്നും പറയാതെ ആയിരിക്കട്ടോ ശ്രുതി വീട്ടിലോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മയും അച്ഛനും അമ്മായിയും ഒക്കെ കൂടി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ വരുന്നത്? നീ ഇനി ഇങ്ങോട്ടേക്ക് കയറണ്ട. നിനക്കിനി ഇവിടെ ഒരു സ്ഥാനവുമില്ല. പിന്നെ നിനക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ സത്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം. നിന്റെ കഴുത്തിൽ അശ്വിൻ സൈറാം താലി കെട്ടാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ശ്രുതിയെ എല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്യായിരിക്കട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ അശ്വിൻ ആലോചിക്കുന്നത്, അയ്യോ ഇനിയിപ്പോൾ ചേച്ചിയും മുത്തശ്ശിയും ഒക്കെ ശ്രുതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അവൾ ഇവിടുന്ന് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഇനി അതായിരിക്കും അടുത്ത പ്രശ്നം. ഞാൻ അവളെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്നോർത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിക്ക് കോള് വരുമ്പോൾ ശ്രുതി അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്താ ഇപ്പം എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നീ തിരികെ ഇങ്ങോട്ട് തന്നെ വാ. നീ നിൻ്റെ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല. ഇനി ചേച്ചിയും മുത്തശ്ശിയും ഒക്കെ നിന്നെ അന്വേഷിച്ചാൽ ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. നീ എത്രയും പെട്ടെന്ന് തിരികെ വാ എന്ന് പറയുന്നുണ്ട് അശ്വിൻ. ഞാൻ ഇനി തിരികെ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുക. ഇനി ഞാൻ വരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെയുണ്ടാകും എന്നും പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. ഇതും കേട്ട് അശ്വിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഫോണും കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരിക്കും. പിന്നീടാണെങ്കിൽ എന്താണെങ്കിലും വേണ്ടിയില്ല, എൻ്റെ ഭാര്യയല്ലേ എന്നും കരുതി ശ്രുതിയെ വിളിക്കാനായിട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അശ്വിൻ. അങ്ങനെ വീണ്ടും ശ്രുതിയെ ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ്. അമ്മയായാലും അമ്മായിയായാലും ഒക്കെ ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിവിടെ പഴയതുപോലെ തന്നെ സ്ഥാനമുണ്ടാകും, അല്ലെങ്കിൽ നീ ഈ പടിക്ക് പുറത്താ. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മകളില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതും, അത്രയുണ്ടാകുമെന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അശ്വിൻ സൈറാം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ത് കാരണത്തോടു കൂടിയാണെന്നല്ലേ അറിയേണ്ടത്. അത് അശ്വിൻ തന്നെ പറയും. അവൻ ഇങ്ങോട്ട് വരും. ആ സമയത്ത് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവൻ തന്നെ പറഞ്ഞോളും. അതും പറഞ്ഞ് ശ്രുതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അശ്വിൻ വരുന്ന സമയത്ത് ഒരു തരത്തിലും അശ്വിനോട് ദേഷ്യമൊന്നും കാണിക്കാതെ അമ്മായിയും അമ്മയും അച്ഛനുമൊക്കെ അശ്വിനെ സ്വീകരിക്കുന്നുണ്ട്. മോൻ കയറി വാ, മോൻ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് അശ്വിനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയും നോക്കി നിൽക്കുന്നുണ്ടാവും. ശ്രുതിയോട് പറയുന്നുണ്ട്, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോവാനോ? മോന് കാര്യങ്ങളെല്ലാം പറയുമെന്ന് ശ്രുതി പറഞ്ഞിരുന്നു. എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ടായ കാരണം എന്താണെന്ന് മോൻ പറയണം.
അതറിയാനാ ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത് നന്നായി പറയുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കി അശ്വിൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്നെ ട്രാപ്പിലാക്കിയതാണല്ലേടി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ വേണം, ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാണ്. അതിനെന്താ മോനെ, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞ് അമ്മ പോവാൻ നേരത്ത് അശ്വിൻ പറയുന്നുണ്ട്, വേണ്ടമ്മേ എനിക്ക് ചായ ശ്രുതി ഉണ്ടാക്കിക്കോളും, അവൾ ഉണ്ടാക്കുന്ന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് അശ്വിൻ. ശ്രുതി അങ്ങനെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ എന്നെ ട്രാപ്പിലാക്കിയതാണ് അല്ലേടി? അതെ, അത് തന്നെയാണ്. എനിക്ക് എന്തായാലും കാരണം അറിയണം. എന്തിനാണ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയും ക്രൂശിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയണ്ടേ? ഇത്രയും വലിയ തെറ്റ് എന്താ ഞാൻ ചെയ്തത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനി അറിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന ശ്രുതി പറയുമ്പോൾ അശ്വിൻ പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ സത്യം എന്തായാലും എൻ്റെ വായിൽ നിന്ന് നീ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ചേച്ചിയുടെ ഭാവി ജീവിതം നശിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ല. നീ ഇപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വരണം എന്നിങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടില്ല, മറിച്ച് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ വരുന്നത് എന്നും പറഞ്ഞ് ശ്രുതി അശ്വിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും ശ്രുതി കിടക്കുന്നത് ബാൽക്കണിയിൽ തന്നെയായിരിക്കട്ടോ. എന്നാൽ നല്ല മഴയുണ്ടാകുന്ന സമയത്ത് ശ്രുതിക്ക് തണുത്ത് വിറച്ച് ആ ഒരു പുതപ്പും തലേണയും ഉപയോഗിച്ച് കിടക്കാനേ പറ്റുന്നുണ്ടാവില്ല. അങ്ങോട്ടൊക്കെ വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരിക്കും. തണുപ്പ് സഹിക്കാനാവാതെ ഡോറിൽ വന്ന് മുട്ടുന്നുണ്ട് കേട്ടോ ശ്രുതി. ഈ സമയത്ത് അശ്വിൻ ഡോറ് തുറക്കുന്നില്ല. ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ശ്രുതി, ഡോറ് തുറക്കുക എന്നൊക്കെ പറഞ്ഞ്. അശ്വിനാണെങ്കിൽ ആ ഭാഗത്തോട്ട് ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. പിന്നീടാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. തണുത്ത് വിറച്ച് കഴിഞ്ഞിരുന്ന ആ ഒരു സീനൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എത്രയാണെങ്കിലും അവളൊരു പെണ്ണല്ലേ എന്ന് അശ്വിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ആകെ നനഞ്ഞ് കുളിച്ച് തണുത്ത് വിറച്ചായിരിക്കും കേട്ടോ ശ്രുതി ഉള്ളിലോട്ട് വരുന്നത്. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? പുറത്ത് ഇത്രയും മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? എന്ത് സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നും പറഞ്ഞ് ശ്രുതി പരിഭവങ്ങളൊക്കെ പറയാണ്. പിന്നെ നിന്നോട് സഹതാപം കാണിക്കാൻ നീ എൻ്റെ ആരാന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, നീ എൻ്റെ ആരാണെന്നോ? ഈ കഴുത്തിൽ കിടക്കുന്നത് നിങ്ങൾ കെട്ടിയ താലിയാ. എങ്ങനെയാണെങ്കിലും താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തന്നെയാ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് ശ്രുതി. ഹോ, അപ്പോഴേക്ക് നീ സ്ഥാനം തട്ടിയെടുക്കാൻ തുടങ്ങിയോ? നീ ഇപ്പോൾ എന്തിനാ ഡോർ തട്ടി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കവിടെ കിടക്കാൻ പറ്റില്ല. അവിടെയാകെ വെള്ളം, മഴ പെയ്ത് തണുപ്പിൽ എങ്ങനെയാണ് ഞാൻ പുറത്ത് കിടക്കുന്നത്? ഇന്ന് മാത്രം ഞാൻ ഉള്ളിൽ കിടന്നോട്ടെ പ്ലീസ്. വേണ്ട, പറ്റില്ല, നീ പുറത്ത് തന്നെ കിടന്നാൽ മതി പ്ലീസ്, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. ഇത്തിരിയെങ്കിലും മനുഷ്യത്വം കാണിക്ക് എന്നും പറഞ്ഞ് ശ്രുതി കരയുന്ന സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ദിവസം മാത്രം, ഇത് നീ ശീലമാക്കരുത് എന്നും പറഞ്ഞ് അശ്വിൻ ഡോർ അടയ്ക്കുകയാണ്. അങ്ങനെ ശ്രുതി ആകെ നനഞ്ഞിരിക്കുകയായിരിക്കും. എന്നിട്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി മാറ്റി വരുന്നൊക്കെയുണ്ട്. എന്നിട്ട് ശ്രുതി വേഗം കട്ടിൽ കയറിയിരിക്കുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത്? നിലത്തിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ, ഞാൻ ഈ കട്ടിലിൽ കിടന്നുറങ്ങിയെന്ന് കരുതിയിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ അരികിൽ കിടന്നോളാം, നിങ്ങൾ ഇത്രയും സ്ഥലത്ത് കിടന്നാൽ മതി എന്നും പറഞ്ഞ് ശ്രുതി കട്ടിലിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. എടി, ഞാൻ പറയുന്നത് കേട്ടോ, മര്യാദയ്ക്ക് നീ ഇറങ്ങിക്കോ എന്ന് അശ്വിൻ വീണ്ടും പറയുമ്പോൾ, ഞാൻ ഇറങ്ങില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയത്ത് ദേഷ്യത്തോടു കൂടി ശ്രുതിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട്. അശ്വിൻ ദേഷ്യത്തോടെ എണീക്കാൻ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് എണീക്കില്ല എന്ന്. ഞാൻ ഇനി ചേച്ചിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണോ? നമ്മുടെ ഇടയിൽ നടന്നത് ഒറിജിനൽ കല്യാണമല്ലാന്ന് ഞാൻ എല്ലാവരോടും പറയണോ? ഇത് കേൾക്കുന്ന അശ്വിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ കല്യാണം കഴിച്ചത് എന്ന്? അപ്പോൾ പിന്നെ ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെയല്ലേ പ്രശ്നം? അതുകൊണ്ട് എനിക്ക് റൂമിൽ ഈ കട്ടിലിൽ കിടക്കാനുള്ള അവകാശം നിങ്ങൾ തന്നേ പറ്റൂ. ഇനി മുതൽ ഞാൻ ബാൽക്കണിയിൽ കിടക്കില്ല എന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മറുത്തൊന്നും പറയാതെ പാവം അശ്വിൻ കട്ടിലിനരികിൽ പോയി കിടക്കുകയാണ്. ഇനി കൂടുതൽ സംസാരിച്ചാൽ ഇവളുടെ തനി സ്വഭാവം പുറത്തു വരും എന്ന് അശ്വിന് നന്നായിട്ടറിയാം. അങ്ങനെ പതിയെ പതിയെ അശ്വിൻ്റെ മനസ്സിലോട്ട് ശ്രുതി കയറുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന സമയത്ത് പഴയ ആ സ്നേഹമൊക്കെ അശ്വിൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. ശ്രുതിയെ തന്നെ നോക്കി കിടക്കായിരിക്കും അശ്വിൻ. അപ്പോൾ പെട്ടെന്ന് ശ്രുതി കണ്ണു തുറക്കുന്നതും അപ്പോൾ അശ്വിൻ തന്നെ നോക്കി കിടക്കുന്നത് കാണുമ്പോൾ, എന്തിനാ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നോക്കാൻ പറ്റിയൊരു മുഖം എന്നും പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ രസകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഏതോ ജന്മകൽപ്പനയിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്